നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം. പിണറായി ഭരണം അവസാനിച്ചു. ഇനി എസ് എഫ് ഐക്കാർക്ക് ഡി വൈ എഫ് ഐക്കാർക്ക് പിടിപ്പത് പണിയാവും. അത് റിസൾട്ട് വരുന്ന ദിവസം തൊട്ട് അവർ തെളിയിച്ചു. പാലക്കാട്ട് ചില യുവ സഖാക്കളെ പോലീസുകാർ പാർട്ടി ഓഫീസിൽ കയറി തല്ലി. കാരണം ഇത്ര നാളും സഖാക്കൾ തല്ലുകയും പോലീസുകാർ കൊള്ളുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. സഖാക്കൾ തല്ലിയാൽ ഇവർ കൊള്ളണം, സഖാക്കൾ തെറി പറഞ്ഞാൽ പോലീസുകാർ കേൾക്കണം, സഖാക്കൾ തുണിമുക്കി കാണിച്ചാൽ പോലീസുകാരത് കാണണം. ഇതായിരുന്നു നാട്ടുനടപ്പ്. ഈ പിണറായി ഭരണം തീർന്ന ഉടനെ പോലീസുകാർ ഇതിനൊക്കെ പകരം വിട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സഖാവ് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നാൽ അവൻ ഇടത്തെ കാല് വെച്ച് കയറിയാലും പോലീസുകാർ തല്ലും, വലത്തെ കാല് വെച്ച് കയറിയാൽ തല്ലും. കാരണം 10 കൊല്ലമായിട്ട് ഇവർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സഹിക്കേണ്ട ആവശ്യമില്ല. അതാണ് പാലക്കാട്ട് കണ്ടത്. അന്നും അവിടുത്തെ പാർട്ടി സഖാക്കളും ഈ ഡിവൈഎഫ്ഐ സഖാക്കളും ഒക്കെ പോലീസുകാരെ വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടു. പോലീസുകാരെ പിണറായിയുടെ സർക്കാർ പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ സമാധാനിക്കണ്ട, ഈ പോലീസുകാർ യൂണിഫോം ഇട്ട് നിൽക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ, യൂണിഫോം ഇടാത്ത പോലീസുകാരനെ എവിടെ ചെയ്യണമെങ്കിലും ഞങ്ങൾ തല്ലും എന്നൊക്കെ പറഞ്ഞു കേട്ടു. തല്ലുമില്ല എന്നുള്ള വേറെ കാര്യം, ഏതായാലും പറഞ്ഞു എന്നുള്ള സത്യമാണ്. അതിൻ്റെ രണ്ടാം ഭാഗം അവിടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അരങ്ങേറി. തിരുവനന്തപുരത്ത് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ കഴിഞ്ഞ ഉടനെ എത്തപ്പൈക്കാർ നടത്തിയ വിജയാഹ്ലാദ പ്രകടനം സാമാന്യ അക്രമാസക്തമായി. അവർ കെ എസ് യുക്കാരുമായിട്ട് ഏറ്റുമുട്ടി. കെ എസ് യുക്കാരും പോലീസുകാരും ഈ സഖാക്കൾക്ക് നല്ല തല്ലു വെച്ചു കൊടുത്തു. തല്ലുകൊണ്ടവർക്ക് അത്ര വലിയ വേദന തോന്നിയില്ലെങ്കിലും തല്ലു കൊള്ളാത്ത നേതാക്കന്മാരുടനെ തന്നെ കയ്യെ ആശുപത്രിയിൽ പോയിട്ട് പ്ലാസ്റ്റർ ഇട്ട് അത് കഴുത്തിൽ കൂടി കെട്ടിത്തൂക്കി. ഞങ്ങളെ പോലീസ് തല്ലി, സതീശൻ്റെ പോലീസ്, രമേശിൻ്റെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഈ തല്ല് തുടങ്ങുന്നതിന് മുമ്പ്, ലാത്തി ചാർജിന് മുമ്പ് നമ്മുടെ ഡബിൾ എ റഹീം അവിടെ വന്ന് സമര സഖാക്കളെ ഉത്തേജിപ്പിച്ചു. അടി തുടങ്ങുന്ന സമയത്ത് റഹീമിനെ കാണാതെ, സാധാരണ പതിവുള്ളതാണ്. അടി തുടങ്ങുമ്പോൾ നേതാക്കന്മാരെ അപ്രത്യക്ഷം, തല്ല് മുഴുവൻ സാധാരണ സഖാക്കന്മാർക്കിട്ട് കിട്ടും. ഇവിടെ സംഭവിക്കാതെ തന്നെയാണ്. ഡബിൾ എ റഹീമാണെങ്കിൽ പണ്ടോട്ടെ ലോ അക്കാഡമിയിൽ പഠിക്കുന്ന കാലത്തോട്ട് ഇതുപോലുള്ള വേലത്തരങ്ങൾക്ക് പേര് കേട്ട ആളാണ്. ഇന്നുവരെ അദ്ദേഹത്തിൻ്റെ ദേഹത്തൊരു അടി കൊടുത്തില്ല. അദ്ദേഹത്തിന് കൂടെ നിന്ന് എല്ലാവർക്കും തല്ല് പൊതുവെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മാത്രമേ പക്ഷേ രാജ്യസഭയിൽ പോയുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇപ്പോഴും തേരാപ്പാര നടക്കുക. ഇനി വരുന്ന 5 കൊല്ലം ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന സംഭവം ഇത് തന്നെയാണ്. എത്തപ്പൈ എന്ന് പറഞ്ഞ് ഈ വെള്ളക്കൊടിയും പിടിച്ചിറങ്ങുന്ന സകല എണ്ണത്തിന് നല്ല പൊതുരെ തല്ലി കിട്ടും. ഇനി തല്ലണ്ട എന്ന് പോലീസുകാർ വിചാരിച്ചാലും നേതാക്കന്മാരെ അവർ ഉന്തി തള്ളിവിട്ട് തല്ലി മേടിച്ചു കൊടുക്കും. പാർട്ടിയിലും പ്രസ്ഥാനത്തിലുമുള്ള എല്ലാ സഖാക്കന്മാർക്കും തല്ലുകൊള്ളുന്ന ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയാണ് CPM ഭരണഘടനയിൽ തന്നെ വിഭാവന ചെയ്തിട്ടുള്ളത്. SFIയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. DYFIയിലും അത് തന്നെയാണ് നാട്ടു നടക്കുന്നത്. മിടുക്കന്മാരായ നേതാക്കന്മാർ അടി വരുമ്പോൾ മുങ്ങിക്കളയും. ഈ സമര സഖാക്കൾക്ക് പൊതുവെ തല്ലുള്ളൂ. പട്ടിയെ തല്ലുന്ന പോലെ എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. DYFIക്കാരെ തല്ലുന്ന പോലെ പോലീസ് SFIക്കാരെ തല്ലും. ഒന്നാം തരം അടിയായിരിക്കും. അടി പൂരം പൊടിയേരി കഞ്ഞി എന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കും ഇനി വരാൻ പോകും. അപ്പോൾ യാതൊരു സംശയവും വേണ്ട, തിരുവനന്തപുരത്ത് തുടങ്ങിയത് അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. സഖാവ് റഹീം കാണിച്ചിട്ടുള്ളത് ശരിയായ മാതൃകയാണ്. അപ്പോൾ റഹീം സഖാവിൻ്റെ ഈ വാക്ക് കേട്ട് സമരത്തിന് പോയ ഈ പീക്കരി സഖാക്കൾക്ക്, ഡൂക്ലി സഖാക്കൾക്ക്, ഡിങ്കിരി വാലന്മാർക്ക് പൊതുവെ തല്ല് കിട്ടും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എനിക്ക് പറയാനുള്ള ഈ പിള്ളേരോടല്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ തന്തതള്ളമാരെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ മക്കളെ കോളേജിലേക്ക് വിട്ടത് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിലും, ഇനി കഞ്ചാവ് വലിക്കാനാണെങ്കിൽ പോലും കുഴപ്പമില്ല, പോലീസിൻ്റെ ഇന്ന് തല്ലുകൊണ്ട് അരികത്താതെ ചാകണം എന്ന് ജാതകത്തിലുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇല്ലെങ്കിൽ അവരുടെ എത്തപ്പയിൽ പ്രവർത്തിക്കുന്ന കൊള്ളാം, പക്ഷേ അടി വരുമ്പോൾ കരണം കാണിക്കുന്ന പരിപാടി നിർത്തണം. അല്ലെങ്കിൽ പോലീസുകാരെ കാണുമ്പോൾ ഓടാൻ പഠിക്കണം. നക്ഷത്രാങ്കിയത് ശുഭ്രപതാകയൊക്കെ നമുക്ക് സമയം പോലെ എപ്പോഴെങ്കിലും പൊക്കുകയോ താത്തുകയോ തലയെ കെട്ട് എന്ത് വിളിച്ച്, പക്ഷേ പോലീസിൻ്റെ അടുത്ത് തല്ലി കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. മണി പോയാൽ അതും ഉണ്ടാക്കിയിടാം, തുണി പോയാൽ അതും ഉണ്ടാക്കിയിടാം, പ്രാണൻ പോയാൽ ഉണ്ണികളെ പുനരുണ്ടാകില്ലെന്ന് അമ്മ പറഞ്ഞു എന്ന് പണ്ട് തന്നെ സഖാവ് കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട്. അത് കാലാധിപത്യമായിട്ടുള്ള വരികളാണ്. പ്രാണം പോയാൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ല. തല്ല് കൊള്ളാതെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഇനി വേറൊരു അഭിമന്യുവിനെ തേടിയുള്ള യാത്രയിലാണ് പാർട്ടിക്ക് ഇപ്പോൾ രക്തസാക്ഷികളുടെ വലിയ കുറവുണ്ട്. അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് മാർട്ടിയേഴ്സ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയും. അതുകൊണ്ട് രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് പാർട്ടി. അഭിമന്യുവിന് ശേഷം ഇതുവരെ രക്തസാക്ഷികളെ കിട്ടിയിട്ടില്ല. ആ ഒരു പോരായ്മ തേക്കാനുള്ള ഊർജിത ശ്രമം ഈ നിക്ഷേപ സമാഹരണ യജ്ഞം എന്നൊക്കെ പറയില്ല, പണ്ട് കാലത്ത് കോപ്പറേറ്റീവ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് പിരിക്കാനായിട്ട് ബാങ്കിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടി നമ്മുടെ വീട്ടിൽ വരും. എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, ഒരാഴ്ചയായിട്ട് പിൻവലിക്കാം, എന്നാലും കുഴപ്പമില്ല എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ രക്തസാക്ഷികളുടെ ഒരു കുറവ് പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ട്. കുറേ കൊല്ലമായിട്ട് രക്തസാക്ഷികൾ കിട്ടിയിട്ടില്ല, ഫണ്ട് പിരിക്കാനും പറ്റുന്നില്ല. അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ
വല്ലവന്മാരുടെയും കുത്തുകൊണ്ട് ചാകുകയും അല്ലെങ്കിൽ പോലീസിൻ്റെ തല്ലുകൊണ്ട് ചാകുകയും ചെയ്തതിന് ശേഷം അവരുടെ പേര് പറഞ്ഞ് ഇവർ ബക്കറ്റ് വെച്ച് പിരിക്കും. പിരിക്കുന്ന കാശ് പണ്ടത്തെ പോലെയല്ല. പിരിക്കുന്ന കാശ് സഖാക്കന്മാർ പുട്ടടിക്കും, അല്ലെങ്കിൽ അഭിമന്യുവിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ പാർട്ടിക്ക് കെട്ടിടം പണിക്കും. ഈ മരിച്ചുപോയ സഖാവിൻ്റെ വീട്ടിൽ വല്ല 10 ലക്ഷമോ 15 ലക്ഷമോ കൊടുക്കും, ബാക്കിയുള്ള ഇവന്മാർ പോക്കറ്റിലിടും. അപ്പോൾ ഈ പരിപാടിക്ക് മക്കളെ വിട്ടുകൊടുക്കണം. പോരാത്തതിന് ഇപ്പോൾ പിണറായി വിജയൻ്റെ വീട് നേടി ഇഡിക്കാർ രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഡിക്കെതിരായുള്ള പ്രതിഷേധ സമരം നടത്താം. പണ്ട് ആരിഫ് ഖാനെ തടഞ്ഞ പോലെ അവിടെ തടയാം, ഇവിടെ തടയാം. എവിടെ തടഞ്ഞാലും തല്ല് കിട്ടും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമുണ്ട്. രമേശ് ചെന്നിത്തലയാണെങ്കിലും ബി ഡി സതീശനാണെങ്കിലും പോലീസുകാർ തല്ലുന്നതിന് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തുകയില്ല. കാരണം അവരൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്നവരാണ്. അവർക്കറിയാം തല്ലിൻ്റെ ഗുണം. ഈ അടിയോളം വരില്ല അണ്ണനും തമ്പി എന്ന് പറയില്ലേ. അല്ലെങ്കിൽ പണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞൊരു വചനം ആവർത്തിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പോലീസിൻ്റെ ലാത്തി എന്ന് പറയുന്നത് ഓടക്കുഴലല്ല, അത് മനുഷ്യർ തല്ലാനാണ്. ആ ഓർമ്മ സഖാക്കൾക്കുണ്ടാവണം.